ഹലോ, വെൽക്കം ബാക്ക് ടു ക്രാക്ക് ഇറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് PSC റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, കൺഫ്യൂഷൻസ് കുറവായിരിക്കും ഇങ്ങനെ പഠിക്കുമ്പോൾ. പക്ഷേ നമ്മൾ സിലബസ് വൈസ് ഓരോ ടോപ്പിക് കവർ ചെയ്തിട്ട് പോകണം. അതിൻ്റെ കൂടെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ കുറവായിരിക്കും. നമുക്ക് എക്സാക്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡിൽ നമുക്കിതൊന്ന് പഠിച്ചു നോക്കാം. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ. 1838 സ്ഥാപിതമായിട്ടുള്ള ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഇനി ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആരാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില്യം ജോൺ ആണ്. ആരാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില്യം ജോൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവാബ് അബ്ദുൾ ലത്തീഫാണ്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? നവാബ് അബ്ദുൾ ലത്തീഫ്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷനെ പറ്റി നമ്മൾ പറഞ്ഞ പോയിന്റ് 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ്. 1838 രൂപീകൃതമായിട്ടുള്ള ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ. പിന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മൾ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വില്യം ജോൺസ് സ്ഥാപിച്ച സംഘടനയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. SCRTയിലെ പോയിന്റാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1784. അതിന് വർഷത്തിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഇനി മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൾ ലത്തീഫാണ്. നവാബ് അബ്ദുൾ ലത്തീഫാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ. അടുത്ത പോയിന്റ് വന്നിട്ട് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത്. ഓക്കെ, SCRT പോയിന്റ് തന്നെയാണിതും. ഓക്കെ, പ്രതീക്ഷിക്കാട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. PYQ ആണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യദ് അഹമ്മദ് ഖാൻ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ നവാബ് അബ്ദുൾ ലത്തീഫും മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് അഹമ്മദ് ഖാനുമാണ്. അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ലിറ്റററി ലത്തീഫ്, ലിറ്റററിൻ്റെ LIT, ലത്തീഫിൻ്റെ LAT, ലിറ്റിലാറ്റ്. ഓക്കെ, ഇനി ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പറയുമ്പോൾ എന്താണ്? ആംഗ്ലോ അഹമ്മദ് ലിറ്റററി ലത്തീഫ് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഇനി മറക്കൂലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ച സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ് 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. 1888 ആരാണ് സ്ഥാപിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം സ്ഥാപിച്ച വേറൊരു ഇത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അല്ലേ. അപ്പം ആ ഓറിയൻറ്റേഷനും ഇവിടെ പാട്രിയോട്ടിക് ഒക്കെ വേണമെങ്കിൽ ട്രാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, ഈ 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഗാ ഖാനാണ്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാ ഖാനാണ്. ഓക്കെ, ഇനി 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് NM ജോഷിയാണ്. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് NM ജോഷി. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം.
1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാ ഖാനാണ്. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് NM ജോഷിയാണ്. സോഷ്യൽ വേണമെങ്കിൽ ചെറുതായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓപ്ഷനുള്ള അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോഷ്യൽ ജോഷി അല്ലേ. ആംഗ്ലോ അഹമ്മദ്, ലിറ്റററി ലത്തീഫ് അല്ലേ, ഓർക്കില്ലേ. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഇയറും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. 1906 ഇനി അടുത്തത് 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ പേര് മലയാളത്തിൽ എഴുതുമ്പോൾ ലിബറലും ബാനർജിയും ഇല്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ ഓർത്ത് വെച്ചുകൂടെ അങ്ങനെ. അപ്പോൾ 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. നമ്മൾ 10 ക്വസ്റ്റ്യൻ പഠിച്ചു. 10 ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. അംബേദ്കറിനെ പറ്റി ഏകദേശം ഐഡിയ ഉള്ള ആൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറാണ് അല്ലേ. ആ ഒരു പ്രവർത്തന മണ്ഡലവും ഒക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അംബേദ്കറാന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേറെ പോയിൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇനി 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് ഹെഡ്ഗേവാറാണ്. ഹെഡ്ഗേവാറാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് 1925. 1925 നമുക്ക് ഗാന്ധിജിയുമായിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് ആരാണ്? MG റാനഡെയാണ്. ജനിക് G റാനഡെ. MG റാനഡെ പൂന സാർവജനിക് സഭ. ഓക്കെ, 1870 കേട്ടോ. 1870 നമുക്ക് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അംബേദ്കറാണ് സ്ഥാപിച്ചത്. ഓക്കെ, പിന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് ഹെഡ്ഗേവാറാണ്. പൂന സാർവജനിക് സഭ MG റാനഡെയാണ്. 1870 1875 നമ്മൾ എന്ത് പഠിച്ചു? ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷാണ്. 1875 ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷാണ്. ഓക്കെ, അടുത്തത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയാണ്. 2 പേരും ചോദിക്കാം. സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാ ചോദിക്കാം. SCRT പോയിന്റ് ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖുദായ് ഖിദ്മത്ഗാറും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനൊക്കെ നമുക്ക് വേണേൽ കണക്ട് ചെയ്യാൻ പറ്റൂലേ. സർവൻസ് ഓഫ് ഗോഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഇനി ഓക്കെ, ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് 1876 ആരംഭിച്ച അസോസിയേഷനാണ് ഇന്ത്യൻ അസോസിയേഷൻ. 1876 ആരൊക്കെയാണ്? ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ്. ഓക്കെ, സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ നമ്മൾ കേട്ടു. അതേപോലെ പുള്ളി ആനന്ദ മോഹൻ ബോസുമായിട്ട് ചേർന്നിട്ടുള്ള ഇതാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ലിബറൽ ഫെഡറേഷൻ ഒറ്റയ്ക്ക്, സുരേന്ദ്രനാഥ് ബാനർജി ഒറ്റയ്ക്ക്. ഓക്കെ, ആനന്ദ മോഹൻ ബോസിനോട് ചേർന്നിട്ട് സുരേന്ദ്ര ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ഇനി 1884 GG അഗാർക്കർ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, നമ്മുടെ MG റാനഡെ തന്നെയാണ് കേട്ടോ, VG ചിപ്ലുങ്കാർ എന്നിവർ ചേർന്നിട്ട് ആരംഭിച്ച സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരൊക്കെയാണ് ചോദിച്ചാൽ GG അഗാർക്കർ, MG റാനഡെ, VG ചിപ്ലുങ്കാർ. ഒക്കത്തിലൊരു MG VG GG ഒക്കെ കൂടെ ചേർന്നിട്ടാണ് എന്ത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, എഡ്യൂക്കേഷൻ എന്നാണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാമല്ലോ. ഇനി അടുത്തത് 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. KM മുൻഷീനെ നമുക്ക് പണ്ട് TV-യിലൊരു മുൻഷി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഓർത്തിരിക്കാം കേട്ടോ. ഇനി 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരാണ്? KM മുൻഷിയാണ്. അടുത്തത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദനാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച സ്വാമി വിവേകാനന്ദനാണെന്ന് പറഞ്ഞു. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരതാണ്? ദയാനന്ദ സരസ്വതിയുടെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി വിനോബ ഭാവെയാണ്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെയാണ്. സജസ്റ്റ് ചെയ്തത് ഗാന്ധിജിയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിലെ ഖുദിറാം ബോസിൻ്റെ സഹപോരാളി ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രഫുല്ല ചക്കിയാണ്. ആരെ? നമ്മുടെ കിങ്സ്ഫോർഡിനെ കൊല്ലണം എന്നുള്ള ഒരു ഉദ്യമം ഉണ്ടായിരുന്നു. അവർക്ക് ഖുദിറാം ബോസും പ്രഫുല്ല ചക്കിയും കൂടെ ചേർന്നിട്ടാണ്. ഈ കിങ്സ്ഫോർഡ് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? മുസാഫർപൂരിലെ ജഡ്ജി ആയിരുന്നു. ഓക്കെ, ഇനി പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ആരാ ചോദിച്ചാൽ ഭഗത് സിംഗ്. ഒരുപാട് ആൾക്കാർ ഫാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഇവിടെ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത്. എന്തിനാണ്? പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ. എന്തിനെതിരെ? പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, ഇനി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രാംപ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത്? രാംപ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത് കാക്കോറി ഗൂഢാലോചന കേസിലാണ്. അപ്പോൾ കാക്കോറി ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? രാംപ്രസാദ് ബിസ്മിൽ. ഓക്കെ, ഇനി ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിൻ്റെ ഒരു വീരകൃത്യം നമ്മളിവിടെ കണ്ടു. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ. 1929 പബ്ലിക് സേഫ്റ്റി ബില്ല് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് എറിഞ്ഞു. ആര്? ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ അടുത്ത കാര്യം പറഞ്ഞാൽ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരായ സാൻഡേഴ്സിനെ വധിച്ചത് ഭഗത് സിംഗ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, കാക്കോറി ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? രാംപ്രസാദ് ബിസ്മിലാണല്ലോ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മാഡം ഭിക്കാജി കാമയാണ്. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ട്? മീററ്റ് ഗൂഢാലോചന. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായിട്ടേ ഉള്ളൂ. അറസ്റ്റിലായത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചാൽ മീററ്റ് ഗൂഢാലോചന കേസിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഗൂഢാലോചന കേട്ടു. കാക്കോരി ഗൂഢാലോചന കേസ് എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ഉദ്ധം സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ലാലാ ലജ്പത് റായിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് സാൻഡേഴ്സിനെ വധിച്ചതാരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ ഉദ്ധം സിംഗ് ആണ്. ഏതു കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് ഘോഷ് വിചാരണ നേരിട്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലിപ്പൂർ ഗൂഢാലോചന കേസാണ്. അലിപ്പൂർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണ നേരിട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരവിന്ദ് അലിപ്പൂർ. ഓക്കെ, ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു സൂര്യസെൻ. ചിറ്റഗോങ് സൂര്യസെൻ ആയുധപുര ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാരായിരുന്നു ചോദിച്ചാൽ സൂര്യസെൻ. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് ചന്ദ്രശേഖർ ആസാദാണ്. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിലെ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് ചന്ദ്രശേഖർ ആസാദാണ്. അപ്പോൾ ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാരായിരുന്നു? സൂര്യസെൻ ആയിരുന്നു. അപ്പം അലിപ്പൂർ ഗൂഢാലോചന കേസ് ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? അരവിന്ദ് ഘോഷുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്തത് ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടത് ആരാണ്?
ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ സർവകലാശാലയുടെ ബിരുദാനന്തര ചടങ്ങിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചത് ബീനാദാസാണ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വെച്ചിട്ട് വധിക്കാൻ ശ്രമിച്ചത്. സൂര്യ സെന്നെ തൂക്കിലേറ്റിയത് 1934 1934 സൂര്യ സെന്നെ തൂക്കിലേറ്റിയത്. സൂര്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ചിറ്റഗോങ് അല്ലേ? ഇനി സൂര്യ സെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയായിരുന്നു താരകേശ്വർ ദസ്തിദാർ. ആരാണ്? താരകേശ്വർ ദസ്തിദാർ. ആരുടെ കൂടെയാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യ സെന്നിൻ്റെ കൂടെ. സൂര്യ സെന്നെ എന്തോയിട്ട് റിലേറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചിറ്റഗോങ് അല്ലേ? ഇനി ഏത് വർഷമാണ് സൂര്യ സെന്നെ തൂക്കിലേറ്റിയത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1934. സൂര്യ സെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ദസ്തിദാർ അല്ലേ? ദസ്തിദാർ, താരകേശ്വർ ദസ്തിദാറാണ്. സൂര്യ സെന്നിനൊപ്പം വിചാരണ ചെയ്യപ്പെട്ട ഒരു വനിതയുണ്ടായിരുന്നു, കൽപ്പന ദത്ത. സൂര്യ സെന്നിനൊപ്പം വിചാരണ ചെയ്യപ്പെട്ട വനിതയായിരുന്നു കൽപ്പന ദത്ത. തൂക്കിലേറ്റപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താരകേശ്വർ ദസ്തിദാർ. ഓക്കെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗത് സിംഗ് ആണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ നേതാവ് ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗത് സിംഗ് ആണ്. കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്നത് 1925 കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്നത് 1925 1925 റിലേറ്റ് ചെയ്ത് എന്തോ ഒരു കാര്യം കൂടി നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിക്കേ. അത് തന്നെ 1925 ഹെഡ്ഗേവാർ എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘം രൂപീകരിച്ചു. ഇനി കാക്കോറി ഗൂഢാലോചന കേസ് നിദാനമായ സംഭവം നടന്ന വർഷം 1925 കാക്കോറി ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു പേരാണ് രാംപ്രസാദ് ബിസ്മിൽ അല്ലേ? ഇനി അടുത്തത്, എവിടെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA രൂപീകൃതമായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാൺപൂരിലാണ്. HRA രൂപീകൃതമായത് കാൺപൂരിലാണ്. വർഷം ചോദിച്ചാൽ 1924. HRA 1924 കാൺപൂർ. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരോ ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഏത് വർഷമാണ് കൊൽക്കത്തയിലെ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത് ചോദിച്ചാൽ 1849. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഏത് വർഷമാണ് കൊൽക്കത്തയിൽ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത് ചോദിച്ചാൽ 1849. 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവാണ് കർത്താർ സിംഗ് സരാഭ. കർത്താർ സിംഗ് സരാഭയാണ് 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ടത്. ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗദ്ദാർ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു ആര്? കർത്താർ സിംഗ് സരാഭ. 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ടത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉദ്ധം സിംഗിനെ പറ്റിയാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഉദ്ധം സിംഗിൻ്റെ യഥാർത്ഥ പേരാണെന്ത്? രാം മുഹമ്മദ് സിംഗ് ആസാദ്. ഓക്കെ. അടുത്തത് 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരി ആരാ ചോദിച്ചാൽ ഖുദിറാം ബോസാണ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി ആരാണ്? ഖുദിറാം ബോസാണ്. ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പഖ്തൂൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെയാണ്. എന്ത്? പഖ്തൂൺ. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച വേറൊരു സംഘടനയാണെന്ത്? ഖുദായി ഖിദ്മത്ഗാർ അല്ലേ? ഓക്കെ. ഇനി ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത് ആര് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യറാണ് ദി ഹിന്ദു പത്രം സ്ഥാപിച്ചത്. മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന് പത്രാധിപരായിരുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. കണക്ട് ചെയ്തൂടെ? മര്യാദ, മദൻ മോഹൻ മാളവ്യ. ദായുണ്ട്, മായുണ്ട്, ദായുണ്ട്. രണ്ട് സ്ഥലത്തും മര്യാദയിലും മായും ദായമുണ്ട്, മദൻ മോഹൻ മാളവ്യയിലും മായും ദായമുണ്ട്. മൂക് നായകർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. മൂക് നായകരുടെയാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾഡ് കാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഓർക്കുന്നുണ്ടോ? ഇനി ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി. ഹംദർദിൻ്റെ അവസാനവും ദ് ആണ്. മുഹമ്മദ് അലിയുടെ ദ്. അത് ആലോചിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഓപ്ഷൻ കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും നമുക്ക് അല്ലാതെ തന്നെ ഓർക്കുക. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുഹമ്മദ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. PYQs ഉണ്ട് ഒരുപാട്. റിവൈസ് ചെയ്ത് കേൾക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.